ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ബേബി ഡീറ്റെയിൽ ഫ്രെയിം നമുക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെയുള്ള സ്റ്റിക്കേഴ്സ് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റിക്കേഴ്സും നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഒരുപാട് സ്റ്റിക്കേഴ്സ് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സും എല്ലാം ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് എന്താണെങ്കിലും അതെടുക്കാം. അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഹോസ്പിറ്റൽ ഐക്കൺസ് നമുക്ക് നമ്മുടെ ബേബി ഡീറ്റെയിൽ ഫ്രെയിമിലേക്ക് വേണ്ട എല്ലാ ഐക്കൺസും നമ്മൾ എന്ത് ചെയ്യുക, പിൻട്രസ്റ്റിൽ നിന്ന് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പം നമ്മളിവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഐക്കൺ എടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തു. ഇനി നമ്മൾ സെർച്ച് ചെയ്യാൻ പോണത് വെയിറ്റിൻ്റെ ഐക്കണാണ്. അപ്പോൾ വെയിറ്റിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ വെയിറ്റ് ക്ലിപ്പായിട്ട് നിന്നാണ് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരുപോലെ കളേർഡ് ആയിട്ടുള്ളതും അല്ലാത്തതും ആയിട്ടുള്ള ഒരുപാട് വെയിറ്റിൻ്റെ സ്റ്റിക്കേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ആവശ്യമുള്ളത് ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മുടെ ഫ്രെയിമിലേക്ക് വേണ്ട എല്ലാ എലമെൻസും നമുക്ക് ഒരുമിച്ച് കിട്ടാനായിട്ട് നമ്മൾ സ്റ്റിക്കർ ഫോർ ബേബി ബർത്ത് ഫ്രെയിം എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക്, വെയിറ്റ്, അതുപോലെ തന്നെ ഹൈറ്റ്, പിന്നെ നമ്മൾ ആ ഫ്രെയിമിലേക്ക് യൂസ് ചെയ്യുന്ന അല്ലാത്തതായിട്ടുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം നമുക്ക് അതിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ കളറിനനുസരിച്ച് നമുക്കത് എടുക്കാം. അതിനുശേഷം അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് വരും. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ഇമേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഓരോന്നായിട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഐഡിയ കാണില്ല നമുക്ക് ഏതൊക്കെ സ്റ്റിക്കർ വേണമെന്ന്. അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് A4 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യുക. A4 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് വരും. അതിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്രിയേറ്റീവ് ബ്ലാങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതാണ് അത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ താഴെ നമുക്ക് ഒരു ലെയറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലവേഴ്സാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇറ്റ്സ് എ ബോയ് അങ്ങനെ ഒരു സ്റ്റിക്കർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് കുട്ടിയുടെ ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് ഒരു ഫ്രെയിം, അതും നമ്മളൊരു സ്റ്റിക്കർ ആഡ് ചെയ്തതായിരുന്നു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട്. അതിനുശേഷം എലമെൻറ്റ്സിൽ പോയിട്ട് നമ്മൾ ഫ്രെയിംസ് നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് റൗണ്ട് പല ഷേപ്പിലുള്ള ഫ്രെയിംസ് കിട്ടും. അതിൽ നിന്ന് നമ്മളൊരു റൗണ്ട് ഫ്രെയിം എടുത്ത് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം കുട്ടിയുടെ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ സൈസൊക്കെ നമ്മൾ ഇതാക്കി ലെയേഴ്സിൽ പോയിട്ട് നമ്മൾ സെൻഡ് ബാക്ക്വേർഡ് ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ കലണ്ടർ ആഡ് ചെയ്തു, ഡേറ്റ് ആഡ് ചെയ്തു. പിന്നെ ടൈം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമിൻ്റെ ഐക്കൺ വെച്ച് കൊടുത്തു. നമ്മൾ ഡേറ്റ് കൊടുത്ത ആ ടെക്സ്റ്റ് ഉണ്ടല്ലോ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ ടൈം ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ഒരു യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്തത് ഹൈറ്റിൻ്റെ ഒരു ഐക്കൺ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ടൈമിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ ഹൈറ്റ് വെച്ച് കൊടുത്തത്. പിന്നെ നമ്മൾ എലമെൻറ്റ്സിൽ പോയിട്ട് ഷേപ്സിന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു മേഘത്തിൻ്റെ പോലത്തെ ഒരു ഷേപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. കളറൊക്കെ മാറ്റി കൊടുത്തു നോക്കി. അതിനുശേഷം നമ്മൾ അവിടെ നമ്മുടെ ബേബിയുടെ പേര് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അത് നമ്മളിതുപോലെ തന്നെ മുന്നേ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ ബേബിയുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഫോണ്ട് സൈസൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളൊന്ന് മാറ്റി നോക്കി. നമുക്ക് ഇഷ്ടപ്പെട്ട പല ഫോണ്ടും നമുക്ക് ഇവിടെ ഫോണ്ട്സിൽ കിട്ടും. ആവശ്യമുള്ള നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം പിന്നെ ബ്ലഡ് ഐക്കൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് വെച്ചു.
ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു യൂണിഫോമിറ്റി കിട്ടും ടെക്സ്റ്റിന് മൊത്തമായിട്ട്. സൈസും ഒക്കെ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്തു. മൂണിൻ്റെ ഒക്കെ നമ്മൾ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ആഡ് ചെയ്തു. അപ്പം നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ പിൻട്രസ്റ്റിൽ നിന്ന് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചത് കാരണം നമുക്കിതൊക്കെ ആഡ് ചെയ്യാൻ എളുപ്പമായി. അപ്പോൾ നമ്മൾ അങ്ങനെ ആവശ്യമുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള എലമെൻസും നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ ഡീറ്റെയിൽസും എല്ലാ എലമെൻസും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഇത് സേവ് ചെയ്യാനായിട്ട് മുകളിലായിട്ട് ഷെയർ എന്നുള്ള ഒരു ഐക്കൺ കാണാം. അവിടെ പോയിട്ട് നമ്മൾ PDF സ്റ്റാൻഡേർഡായിട്ട് നമ്മളത് സേവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.